നമസ്കാരം. ഞാൻ ഒരുപാട് നാമജപം ജപിക്കുന്നുണ്ട്, ക്ഷേത്രത്തിൽ പോയിരുന്ന് ജപിക്കുന്നുണ്ട്, വീടുകളിൽ ജപിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഫലം കാണുന്നില്ലല്ലോ എന്നൊരു ചിന്തയാണ്. നാമജപം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. ഒരുപാട് നാമങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റിസൾട്ട് എപ്പോഴാണ്, എങ്ങനെയാണ് ലഭിക്കുക, ഇല്ലെങ്കിൽ റിസൾട്ട് ലഭിക്കുന്നതിലേക്കായിട്ട് എന്താണ് വേണ്ടത്? ഭക്തി, ശ്രദ്ധ. ഭക്തിയും ശ്രദ്ധയും ഇത് വേർതിരിക്കാൻ പറ്റില്ല, വേർതിരിക്കരുത്. ഭക്തി എന്ന് പറയുന്നത് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് എന്ന് നമുക്കതിനെ വിളിക്കാം. ഡിവോഷൻ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഉചിതം ഭക്തി ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഭക്തി എന്നുള്ളത് ഇന്ന് വാക്ക് ഉച്ചരിച്ചാൽ തന്നെ അതിനെ നേരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി അതൊരു ഗണപതിയിലേക്ക് ആ മനസ്സിനെ ടാഗ് ചെയ്തു, ഇല്ലെങ്കിൽ വിഷ്ണുവിലേക്ക് ടാഗ് ചെയ്തു, ശിവനിലേക്ക് ടാഗ് ചെയ്തു, വിഗ്രഹാരാധനയായി, അങ്ങനെ കുറേ ടോപ്പിക്കിലേക്ക് ഭക്തി ചലിച്ചു. ഒരിക്കലുമില്ല. മാതൃഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പിതൃഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഭക്തി എന്നുള്ളത് ആറ്റിറ്റ്യൂഡാണ്. യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് നേഷൻ. അപ്പോൾ അതിനെ നമുക്ക് ഭക്തി എന്ന് വിളിക്കാം. ഇതൊരു ആക്ച്വൽ നിർവചനമൊന്നുമല്ല. സംസ്കൃതത്തിൽ ഭക്തിക്കൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. സാധാരണക്കാർക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അടുത്തത് ശ്രദ്ധ. ശ്രദ്ധയാ വിന്ദതേ വസു. ശ്രദ്ധ കൊണ്ട് വസ്തുലാഭം ഉണ്ടാകുന്നു. അപ്പോൾ ഭക്തിയും ശ്രദ്ധയും ചേരുമ്പോൾ റിസൾട്ട് ലഭിക്കുന്നു എന്നായി. അപ്പോൾ ഒരു ഉദാഹരണം നമുക്കെടുക്കാം. മാതൃഭക്തി, മാതാവിനെ സേവിക്കുന്നു. അമ്മയ്ക്ക് മരുന്ന് കൊടുക്കുന്ന ഒരു വിഷയത്തെ നമുക്ക് ചിന്തിക്കാം. മകൻ മരുന്നെടുക്കുന്നു, അമ്മയ്ക്ക് കൊടുക്കുന്നു. അവൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഭക്തി. ശ്രദ്ധിച്ച് കറക്റ്റായ മരുന്ന്, ശരിയായ അളവിൽ ശ്രദ്ധിച്ചു കൊടുക്കുകയാണ്, അത് ശ്രദ്ധ. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇവിടെ പോയാൽ പോയില്ലേ, അമ്മയ്ക്ക് മനസ്സിലാവും, ഇവൻ ഞാൻ പ്രസവിച്ചതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്ന് അമ്മയ്ക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഭക്തിയില്ല. ഇല്ലെങ്കിൽ ഭയങ്കര ഭക്തിയുണ്ട്, പക്ഷേ ശ്രദ്ധയില്ല, മരുന്ന് മാറി കൊടുക്കുകയാണ്, പോയി. അപ്പോൾ ഭക്തി, ശ്രദ്ധ, പുരസരം എന്ന് ഈ ചാർത്തിലൊക്കെ എഴുതി കാണും എല്ലാവരും, ആചാര്യന്മാരെല്ലാം എഴുതും. ഭക്തി, ശ്രദ്ധ, പുരസരം ഇത് രണ്ടും ചേർത്ത് വയ്ക്കും. അപ്പോൾ ഭക്തി എന്നുള്ളത് ക്ഷേത്രത്തിലേക്ക് മാത്രം അതിനെ ടാഗ് ചെയ്യരുത്. എല്ലാ പ്രവൃത്തിയിലും ഭക്തി, ശ്രദ്ധ ഉണ്ടാവണം. ഒരു ഓഫീസിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴും ഭക്തി, ശ്രദ്ധ, പുരസരം തന്നെയാണ് ചെയ്യേണ്ടത്. ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഭക്തിയെ ആറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കാം. ഡിവോഷൻ ആയിക്കോട്ടെ, ഇതൊന്നും ഇംഗ്ലീഷ് മാറ്റുവാനുള്ള ശ്രമമൊന്നുമല്ല. അപ്പോൾ നാമജപത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഭക്തി, ശ്രദ്ധ, പുരസരം നാം ചെയ്യണം. അത് റിസൾട്ടിലേക്ക് കാരണമാകും. ഭക്തി ഞാൻ ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ല. ശ്രദ്ധ. നാമജപം ചെയ്യുമ്പോൾ ഒരു സഹസ്രനാമം എടുക്കാം. നമുക്കിന്ന് വിഷ്ണു സഹസ്രനാമം എടുക്കാം. നേരെ പോകുന്നു, ശാന്താകാരം ഭുജഗേനം പത്മനാഭം സുരേഷം എന്ന് പറഞ്ഞ് പടപടയെന്ന് അങ്ങ് ജപിക്കുകയാണ്. കാരണം സമയമില്ല. എനിക്കത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഒരു സെൻറ്റിമെൻ്റാണ്. ചെയ്തില്ല ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിന് എന്തോ ഒരു സുഖം ലഭിക്കാത്തതുപോലെ, അതെൻ്റെ ഫീലിംഗാണ്. പക്ഷേ റിസൾട്ട് ഉണ്ടാവില്ല. കാരണം ഇവിടെ ക്വാണ്ടിറ്റിയാണ് നോക്കുന്നത്. ഇല്ലെങ്കിൽ 108 പ്രാവശ്യം ഹരേ രാമ ജപിക്കണം, പടപടയെന്ന് ജപിക്കുകയാണ്, കാലങ്ങളോളം ജപിക്കുകയാണ്. കാരണം നമ്മൾ നമ്പറിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ശ്രദ്ധ പോയി. റിസൾട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്നുത്തരം. അപ്പോൾ ഭക്തി, ശ്രദ്ധ, പുരസരമാണ് നാമജപം. അപ്പോൾ വേഗത്തിൽ ശ്രദ്ധിക്കുക, പ്രൊണൗൺസിയേഷൻ ശ്രദ്ധിക്കുക എന്നിങ്ങനെ കുറേ കാര്യമുണ്ട്. നമ്മൾ 108 പ്രാവശ്യം ഹരേ രാമ ജപിക്കുന്നതിൽ റിസൾട്ട് ഉണ്ടോ? അല്ല, ഇന്ന് എനിക്ക് സമയമില്ല. ഒരു പ്രശ്നവുമില്ല. ഒരു ദേവനും നിങ്ങളെ ശപിക്കുവാൻ പോകുന്നില്ല. ഞാൻ ഇന്ന് ഒരു 32 പ്രാവശ്യം, ഒരു 36 പ്രാവശ്യം, ഇല്ലെങ്കിൽ 12 പ്രാവശ്യം മനസ്സിരുത്തി ശ്രദ്ധയോടുകൂടി ജപിക്കുന്നു. അപ്പോൾ ഇതിനാണ് ഫലം. അപ്പോൾ ശ്രദ്ധയ്ക്കാണ് പ്രാധാന്യം എന്ന് മനസ്സിലായി. കഴിവതും സഹസ്രനാമങ്ങൾ ജപിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി സമാധാനപൂർവം പാരായണം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി മനസ്സ്
ജപിച്ച് തുടങ്ങുമ്പോൾ തന്നെ മനസ്സ് എങ്ങോട്ടൊക്കെയോ ഓടി 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 പോകും. ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഞാനും അതിൽ ഉൾപ്പെടും, എല്ലാവരും ഉൾപ്പെടും. നമ്മളെല്ലാം ഒരു ബോട്ടിലെ യാത്രക്കാരാണ് ജീവിതത്തിൽ. അങ്ങ് ഒരു വ്യത്യാസവുമില്ല. അത് പതുക്കെ 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 താനേ കൺട്രോളായിട്ട് വരും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നാമജപം ഫലിക്കുവാനായിട്ട് ഭക്തി, ശ്രദ്ധ എന്നുള്ളത് അനിവാര്യമാണ് എന്ന് ഇതിനാൽ സിദ്ധമാകുന്നു. നമസ്കാരം.